ഞങ്ങൾ ഇന്ന് കുടുംബമായിട്ട് ഒരു ട്രിപ്പ് പോയാണ്. പെങ്ങളുടെ വീട്ടിലേക്കാണ്, അങ്ങ് കുട്ടനാട്ടിലേക്ക്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങാനായിട്ട് കാർ നിർത്തിയാണ്. ഞങ്ങൾ കുടുംബം മുഴുവൻ ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ പാടത്തിൻ്റെ സൈഡിലൂടെ റോഡിലൂടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. ഈ കുട്ടനാട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്ന കണ്ടാൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇനി അവിടുന്ന് വള്ളത്തിൽ കയറി വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ വള്ളം എത്തിയ അളിയൻ പിള്ളേരുമായിട്ട് വള്ളമായിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിൽ കയറി ഇങ്ങനെ യാത്ര തുടരുകയാണ്. ആറ്റിലൂടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകൾ, കരവള്ളത്തിൻ്റെ കാഴ്ചകൾ, ഗ്രാമീണ ജീവിതം എല്ലാം നമുക്ക് കണ്ട് ആസ്വദിച്ചു പോയി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ. റിച്ചുക്കുട്ടൻ അമ്മയുടെ കയ്യിരുന്ന് പുതിയ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ചെറിയ കാറ്റൊക്കെ കൊണ്ട് വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ അവൻ ഇതെല്ലാം പുതുമയാണ്, പുതിയ കാഴ്ചകളാണ്. നമ്മുടെ വള്ളത്തിന് ഫ്രണ്ടിൽ കുറച്ച് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്ന ചെറിയ വള്ളങ്ങൾ കാണാം. അപ്പോൾ ഈ ഉൾനാടൻ ജലഗതാഗതമൊക്കെ പരിചയപ്പെടുത്താൻ ഹൗസ് ബോട്ട് കമ്പനികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ചെറിയ ബോട്ടിംഗ് ട്രിപ്പുകളൊക്കെയാണ്. പുറം രാജ്യത്തൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതുപോലെ കുട്ടനാടിൻ്റെ മനോഹാരിത കാണിച്ചു കൊടുക്കാനായിട്ട് ബോട്ട് കമ്പനികൾ ചെയ്തു കൊടുക്കുന്ന ചില ട്രിപ്പുകളൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത്. അവരും ആസ്വദിക്കുകയാണ് കുട്ടനാടിൻ്റെ ഭംഗി. നമ്മളും അങ്ങനെ അവർക്ക് ടാറ്റയെ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പെങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കടവിലേക്ക് ബാഗെല്ലാം എടുത്തു വെച്ചു. 2 ദിവസത്തേക്കുള്ള തുണിയും സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, റിച്ചുക്കുട്ടൻ ആദ്യമായിട്ടാണ് അപ്പച്ചിയുടെ വീട്ടിലേക്ക് വരുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് അവൻ. ഇതാണ് പെങ്ങളുടെ കുടുംബം. പെങ്ങളും മക്കളും അമ്മയും അച്ഛനൊക്കെയാണ് നിന്നത്. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കൈനേരിയിലാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പിള്ളേരുത്തേണ്ട. കണ്ട, 6 വയസ്സും 9 വയസ്സും ഉള്ളവൻ ഒരാൾ കായ്ക്കാറുള്ള ആറ്റിലാണ് കിടക്കുന്നത്. കണ്ട, ഇതാണ് ഇളയവൻ, മൂത്തവൻ വെള്ളത്തിൽ കിടക്കുന്നത്. 2 പേരും നീന്തൽ എക്സ്പെർട്ടുമാരാണ്. ഞങ്ങളുടെ രണ്ടാമൻ റിച്ചിക്കുട്ടനത്തൊക്കെ പുതിയ അനുഭവമാണ്. അക്കരെ ഇക്കരെ നീന്തലാണ് മെയിനായിട്ടുള്ള ഹോബി. ഞങ്ങളെ ഇവിടുത്തെ പാടത്തിന്റെ തൂമ്പ് കുഴി വല്ലതും ഉണ്ടാകുന്നത് നോക്കിയിട്ട് വരാം. ഇല്ലടാ ഉണ്ണി, മീൻ പിടിക്കാനുള്ള കൊട്ടയൊക്കെ ആയിട്ടാണ് അച്ചുവിൻ്റെ നടപ്പ്. വളരെ ശ്രദ്ധിച്ചാണ് ആൾ നടക്കുന്നത്. ആൾക്ക് വെള്ളത്തിലധികം പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മളുടെ പാടത്തിലേക്ക് വെള്ളം കയറ്റുന്ന തൂമ്പ്. ഇതിൽ അളിയനൊരു വല വെച്ചിട്ടുണ്ട്. ഇതിൽ മീനുകൾ വന്ന് കയറി നമ്മളത് പൊക്കിയെടുത്ത് അതിൽ നിന്ന് മീൻ റിലീസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയാണ് അതിന് വേണ്ടി ഇറങ്ങുന്നത്. അളിയൻ്റെ അമ്മ അതൊക്കെ അഴിച്ച് എല്ലാം ലെവൽ ചെയ്ത് മീനുകൊണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കാൻ. ഇതെങ്ങനെയാണ്? ചെമ്മീനുണ്ടോ? ഓ,
വേറെ എന്തൊക്കെ പിടിച്ച് തിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഈ വലയിൽ കിട്ടിയ മീനുകളുടെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു കൊഞ്ചിനെയും കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടോ, വളരെ ചെറുതാണ്. പകുതിയും ഇന്നലത്തെ കിടന്ന് ചീഞ്ഞല്ലേ. അപ്പൊ കിട്ടിയ മീനുകളുമായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ്. വള്ളം തുഴയുന്നുണ്ട്. അച്ചു അതിനെ കാവൽക്കാരനെ പോലെ ഇരിപ്പുണ്ട്. ഒരുപാട് നേരം വെള്ളത്തിൽ കിടക്കാൻ പറ്റിയല്ലേ. ഇത് തന്നെയാണല്ലേ ഒരയുമല്ലേ, വെള്ളമായ വലയായിട്ട് ഒരയും. ഒരയും വരുമ്പോ ചീഞ്ഞു പോകും, ചത്തി ചീഞ്ഞു പോകും. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ. അപ്പോൾ ഞങ്ങളത് തിരിച്ചു പോവുകയാണ് നമ്മുടെ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക്, അവിടെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഈ വീതിക്ക് അങ്ങേയറ്റം വരെ ഇച്ചിരി കൂടെ വീതി